സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാളിനെ 2-0 പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാനെ നേരിടുക എന്ന വലിയ വെല്ലുവിളിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. ലീഗ് വിന്നേഴ്സും ഷീൽഡും ISL കിരീടവും നേടി നിൽക്കുന്ന മോഹൻ ബഗാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് സൂപ്പർ കപ്പും നേടി ട്രിപ്പിൾ എന്ന പുതുചരിത്രം എഴുതി സീസൺ ആഘോഷമാക്കി അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇറങ്ങുമ്പോൾ മോഹൻ ബഗാൻ തങ്ങളുടെ സൂപ്പർ താരങ്ങളില്ലാത്ത റിസർവ് താരങ്ങളെയായിരിക്കും കളിപ്പിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലെല്ലാം സൂചിപ്പിക്കുന്നത്. മോഹൻ ബഗാന്റെ പ്രധാന വിദേശ താരങ്ങൾ സൂപ്പർ കപ്പ് ക്വാർട്ടർ കളിക്കാൻ ഉണ്ടായേക്കില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടുകൾ മോഹൻ ബഗാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏപ്രിൽ 26-നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടക്കുക. പുതിയ പരിശീലകനായിട്ടുള്ള കാഡ്ലേക്കിന്റെ കീഴിൽ ഒത്തുചേർന്ന് കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ കണ്ടിരുന്നത്. മോഹൻ ബഗാൻ ക്വാർട്ടറിൽ തങ്ങളുടെ റിസർവ് താരങ്ങളുമായി ഇറങ്ങുകയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈസ്റ്റ് ബംഗാളിനെതിരായ പ്രകടനം പോലൊന്ന് പുറത്തെടുക്കാനുമായാൽ സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനൽ അതിജീവിക്കാൻ ഡേവിഡ് കാർലയ്ക്കും സംഘത്തിനും കഴിയുകയും ചെയ്യും. കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താനാണ് താൻ പ്രധാനമായും ശ്രമിച്ചതെന്ന് ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിന് ശേഷം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല, വലിയ പ്രതീക്ഷകൾ അവർക്കുമേൽ നിറഞ്ഞിരുന്നതിനാൽ പ്രയാസമേറിയ സീസണായിരുന്നു അവർക്കിതെന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ തുറന്നു പറയുകയുണ്ടായി. മാത്രമല്ല, മോഹൻ ബഗാനെതിരായ മത്സരം എളുപ്പമായിരിക്കില്ല എന്ന കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് താരം നോവ സദുവിയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജയത്തിൽ നിർണായക പങ്ക് വഹിച്ചത് ശരിക്കും നോവയുടെ പ്രകടനം മാത്രമായിരുന്നു. നോവയെ ഈസ്റ്റ് ബംഗാൾ താരമായിട്ടുള്ള അൻവർ അലി ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോളിലേക്ക് വഴിതെളിച്ച പെനാൽറ്റി കൂടുതലും ലഭിച്ചിരുന്നത്. പിന്നാലെ രണ്ടാം പകുതിയിൽ തകർപ്പൻ ഇടംകാൽ ഷോട്ടോടെ നോവ ലീഡ് 2-0 ഉയർത്തുകയായിരുന്നു ചെയ്തിരുന്നത്.